എന്താ ആനന്ദ് പുറകിൽ നിൽക്കുന്നത്? എത്ര % ഉണ്ട്? 35 സർ. വളരെ മോശമായി പോയല്ലോ. ശരി കുട്ടികളെ, ഇനി നിങ്ങളൊരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ നിങ്ങളെ ഇനിയും കണ്ടെന്ന് വരാം, കണ്ടില്ലെന്നും വരാം. അന്ന് നിങ്ങളെ തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല, പക്ഷെ നിങ്ങൾക്ക് കഴിയും. അന്ന് നിങ്ങൾ ഓരോരുത്തരും അഭിമാനത്തോടെ എന്നോട് പറയണം, ഞാൻ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, കലക്ടറാണ്. അപ്പൊ ഒരു മന്ത്രിയായാലോ സർ? നിനക്കിനി അതേ നിവൃത്തിയുള്ളൂ. 4-3-7 മാർക്ക്. ശരി, എല്ലാവരും ചെല്ലൂ. താങ്ക് യു സർ. ആനന്ദ് സർ, വിഷമിക്കണ്ട. മറ്റു കുട്ടികൾക്കൊന്നും നീയാവാൻ കഴിയില്ല. ഇനിയിപ്പോ എങ്ങനെ ഉണ്ണി ഒന്ന് കോളേജിൽ കയറി പറ്റാം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതെങ്ങനെ? അതങ്ങനെ തന്നെ. അതെങ്ങനെയാടാ? അതെ, നമ്മുടെ ഉണ്ടേക്കട സ്വാമിയുടെ തട്ടേല്. എടാ നീ എന്താണ് കളിക്കുന്നത്? 9 പാരലൽ കോളേജ്. കാലത്തെ പോവുക, ഉച്ചയ്ക്ക് വരിക, വീട്ടിലുണ്ണ, പിന്നെ ഊണും കഴിഞ്ഞ് കാലിന്റെ ഇടയിൽ കയ്യും വെച്ച് സുഖമായി ഉറങ്ങുക. കാലത്ത് പഠിത്തം, ഉച്ചയ്ക്ക് ഉറക്കം. സുഖം, സുഖമേ ദേവി. തകദിമി തകജണു തകദിമി തകജണു തകജണു തകദിമി തകജണു തകദിമി തകജണു തകദിമി തകദിമി തകജണു തകദിമി തകജണു തകദിമി തകജണു തകദിമി തകദിമി തകജണു തകദിമി തകജണു തകദിമി തകജണു തകദിമി തകദിമി തകജണു തകദിമി തകജണു തകദിമി തകജണു തകജണു തകദിമി തകജണു തകദിമി തകജണു തകദിമി തകജണു തക. ഉണ്ണികൃഷ്ണ, എന്തോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവന് സൈക്കിൾ ചവിട്ടാൻ കൊടുക്കരുതെന്ന്? ഉണ്ടേ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടാ സൈക്കിളിൽ കയറരുതെന്ന്? എന്താ അമ്മയത്? ഒന്ന് അനങ്ങാൻ വിടൂലല്ലോ. ഞാനെന്താ കൊച്ചുകുട്ടിയാ? സൈക്കിളിൽ കയറാൻ പാടില്ല, ഓടാൻ പാടില്ല, ചാടാൻ പാടില്ല. ഛേ, ഒരുമാതിരി. ഉരുണ്ട് വീണ് വല്ലതും പറ്റിയാലോ എന്ന് പേടിച്ചിട്ടല്ലേ പറയുന്നത്? അതെന്താ മോനെ മനസ്സിലാക്കാത്തത്? ഒന്ന് വീണൂന്ന് കരുതിപ്പോ എന്താ? വീഴും പോലും. എന്താന്നോ? കയ്യും കാലും ഒടിഞ്ഞ? ഒരിടത്തും സ്വസ്ഥമായിരിക്കാലോ. ഒരു വാക്കൊന്ന് പഠിക്കാലോ എന്ന് വെച്ചാൽ സമ്മതിക്കില്ല. പുറകെ ഇറങ്ങും കൊന്നക്കോലുമായിട്ട്. കിട്ടിയ മാർക്ക് കണ്ടേച്ചാ മതി. തദന തന തദന തത്തീനു തതിമിതാം തദന തന തദന തത്തീനു തതിമിതൈ. ഇവൻ ആരടാ? കോരങ്ങൻ. തണു തണുത തജണു തണുത തദിമി ധിമിത തദിമി തകിട്ട തരി തണ ജണു ദിമി തരണു തണുത ജണു തദ്ദീനി തദിമിതാ. അവനെ സ്വസ്ഥമായിട്ടൊന്ന് വിടുമോളെ. എപ്പോ നോക്കിയാലും കൊന്നക്കോലുമായിട്ട്. അച്ഛാ, അതിനവൻ സ്കൂളിൽ നിന്ന് വന്നതേ 11 മണിക്കാ. സ്കൂളിലെ വിശേഷം മുത്തച്ഛൻ അറിയണ്ടേ? എങ്ങനെയുണ്ട് മുത്തച്ഛ? കൊള്ളാം. കണ്ടില്ലേ? അതിന് നോക്കിയിട്ട് വേണ്ടേ കാണാൻ? പഠിക്കേണ്ട സമയത്ത് അവനെയും കൊണ്ട് ഡാൻസ് പരിപാടികളായിട്ട് നടന്നപ്പോഴേ പറഞ്ഞതാ. അച്ഛാ, എന്റെ മകൻ IAS ഓഫീസർ ആകണ്ട. അവനൊരു വലിയ കലാകാരനായാ മതി. മോളെ, കലാകാരനാകുന്ന ഒരു വലിയ കാര്യം തന്നെയാ. ബട്ട് കൂടെ കുറച്ച് വിദ്യാഭ്യാസം കൂടെ ഉണ്ടെങ്കിൽ. ശിവ ശിവ, ഈ മാർഗം കൊണ്ട് അവന് ഏത് കോളേജിൽ ചേരാനാ? പറഞ്ഞാ ഒരു വാഹ കേക്കില്ല.
പ്രേം ശങ്കർ IAS സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ തിരുവനന്തപുരം. ഫിഷറീസ് കോർപ്പറേഷൻ ഡയറക്ടറും പ്രസിദ്ധ സാഹിത്യകാരനുമായ പ്രേം ശങ്കർ IASനെ സാംസ്കാരിക വകുപ്പ് ഡയറക്ടറായിട്ട് നിയമിച്ചിരിക്കുന്നു. ഈശ്വര, എന്തെല്ലാം കണ്ടാ കണ്ണടയും. അച്ഛാ, ഇപ്പൊ എന്താ അച്ഛാ വേണ്ടത്? അവനെ കോളേജിൽ ചേർക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഏറ്റു. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. ഞാൻ ഫാദറിനെ ഒന്ന് കാണാൻ വന്നതാ. കണ്ടില്ലേ? എന്റെ മകന് റെക്കമെൻഡേഷൻ വേണ്ട. ഫാദർ, എന്റെ മോന്റെ അഡ്മിഷന്റെ കാര്യം അറിയാൻ വന്നതാ. അതറിയാൻ ഇവിടെ വരണമെന്നില്ല. വീട്ടിൽ കാർഡ് വരും. ആപ്ലിക്കേഷൻ നമ്പർ എത്രയാ? 4211 ഫാദർ. ജേക്കബ് പുല്ലൻ. എടോ പുല്ല, അച്ഛനാണെന്ന് മനസ്സിലായില്ല. ആ PDCയുടെ 4211 കൊടുത്തേക്ക. ഈ പെർസെന്റേജുമായിട്ട് ഈ കോളേജിൽ തന്നെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഫാദർ, ഇവൻ നല്ലൊരു കലാകാരനാണ്. ദേ, ഇതെല്ലാം ഇവന് കിട്ടിയിട്ടുള്ള ഒന്നും കാണണ്ട. സ്പോർട്സ് രംഗത്ത് എന്തെങ്കിലും മെറിറ്റുണ്ടോ? നിൽ 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 നിൽ. ഫാദർ, ഒന്ന് നിൽക്കൂ. പ്രേം ശങ്കറിന്റെ മിസ്സസ് അല്ലേ? അതെ. കല്യാണത്തിന് കണ്ട് ഓർമ്മയുണ്ടാവും. ഞാനിവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്, സോളമൻ. പുതിയ പോസ്റ്റിൽ പ്രേം ശങ്കർ ഷൈൻ ചെയ്യും. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു, അടുത്ത സുഹൃത്തുക്കളും. ഞങ്ങളും. എന്റെ മകന് ഒരു അഡ്മിഷൻ വേണം. അയ്യോ, എന്റെ ഇല്ലല്ലോ. ഫാദർ ഒന്ന് പറഞ്ഞാൽ. ആപ്ലിക്കേഷൻ അയച്ചില്ലേ? അയച്ചിട്ടുണ്ട്. ഇവന് മാർക്ക് സ്വല്പം കുറവുണ്ട്. അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അയ്യോ ഫാദർ, ഇവന് നൃത്തത്തിലും പാട്ടിലൊക്കെ ധാരാളം സർട്ടിഫിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ട് ഫാദർ. പ്രിൻസിപ്പൽ അച്ഛനെ കാണിച്ചില്ലേ? ഉവ്വ്, അദ്ദേഹം ഒട്ടും താല്പര്യം കാണിച്ചില്ല. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ് ഫാദർ ബെന്നീസ്. ഇതെന്ത് കഷ്ടമാണ് നോക്കൂ ഫാദർ. എന്താ കാര്യം? ഈ കുട്ടി ഭരതനാട്യത്തിലും ശാസ്ത്രീയ സംഗീതത്തിലും വർഷങ്ങളായി സ്റ്റേറ്റ് വിന്നറാ. ഇതാ, നമ്മുടെ കോളേജിൽ കലാകാരന്മാരായ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് ഇയാൾ ഈ കോളേജിന് ഒരു അസറ്റ് ആയിരിക്കും. മാർക്കൊന്ന് കുറഞ്ഞു പോയെന്ന് വിചാരിച്ച്
അഡ്മിഷൻ കൊടുക്കാതിരിക്കുന്നത് ശരിയാണോ ഫാദർ? സ്പോർട്സുകാർക്ക് മാത്രമേ അഡ്മിഷൻ ഉള്ളൂ. തെക്കും വടക്കും ഓടുന്ന കുറെ മണ്ടന്മാര്. ഈ കളിച്ചിറക്കാൻ തലയിൽ എന്തെങ്കിലും വേണോ ഫാദർ? കഷ്ടം. മൈക്കലാഞ്ചലോയും ഡാവിൻസിയെയും റാഫേലിനെയും പോലുള്ള മഹാപ്രതിഭകളെ പ്രോത്സാഹിപ്പിച്ച ചരിത്രമാണ് നമ്മുടെ തിരുസഭയ്ക്കുള്ളത്. നമ്മള് ഇപ്പോഴെന്തുകൊണ്ട് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല? ഫാദർ, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടില്ലേ? എക്സലന്റ്. ആ കുട്ടി ഒന്ന് പാടൂ. കൈപ്പമ്പിളാക്കി വെച്ചൊന്ന് കേക്കട്ടെ. ദേവന്റെ ചേവടി അണയുകിലോ വണ്ടി സ്നേഹ സംഗീതത്തിൽ അലയുകിലോ ഒരു പെൺകൊടി തൻ ചുരുൾമുടി അണിയുകിലോ പൊന്നുണ്ണിക്കനിയെ പെറ്റു മണ്ണടിയുകിലോ സഫലമായി തീരുന്നു ജന്മം പൂവേ സഫലമായി തീരുന്നു നിൻ ജന്മം. ഗുഡ്. നോ, വെരി ഗുഡ്. യെസ് ഫാദർ KM. യെസ് ഫാദർ. ഇല്ല ഫാദർ, അത് ഇതാ വരുന്നു. ഫാദർ, മാനേജ്മെന്റിന്റെ കോട്ട കഴിഞ്ഞു. ബിഷപ്പിന്റെ 3 സീറ്റില്ലേ, അതിലൊന്ന് റിലീസ് ചെയ്യും ഫാദർ. അത് ബിഷപ്പ്. സാരമില്ല, ഞാൻ പറഞ്ഞുകൊള്ളാം. ഇത് വളരെ ജെന്യൂൻ കേസാണ്. ദിവസവും ഇത്രയും ദൂരെ നിന്ന് വന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടല്ലേ? ഹോസ്റ്റലിൽ നിൽക്കാമല്ലോ. ഞാൻ തന്നെയാണ് വാർഡൻ. ഫാദർ, ഇതുവരെ ഞാൻ അവനെ പിരിഞ്ഞു നിന്നിട്ടില്ല. നിൽക്കണം. ഇന്നല്ലെങ്കിൽ നാളെ നിൽക്കേണ്ടി വരും. ആൺകുട്ടികളല്ലേ, വീടും നാടും ഒക്കെ വിടേണ്ടി വരും. പുതിയ അന്തരീക്ഷം, ലോകപരിചയം, അതൊക്കെ ആവശ്യമാണ്. തൽക്കാലം ആനന്ദ് ഒറ്റയ്ക്ക് താമസിക്കാം. നിനക്ക് ചേർന്ന ഒരു റൂംമേറ്റിനെ ഞാൻ അമ്മയും മുത്തശ്ശനും പോയെന്ന് കരുതി ആനന്ദത്തിനെ വിഷമിക്കുന്നേ? എന്ത് കാര്യവും എന്നോട് പറഞ്ഞാൽ മതി. പിന്നെ എല്ലാ വീക്കെൻഡ്സിലും വീട്ടിൽ പോകാമല്ലോ. ഗ്രഞ്ഞറക്ക അടിച്ചു പൊളിക്കാനുള്ളതല്ല.
എന്നാ അച്ഛോ ആനന്ദിന്റെ മുറിയിൽ തന്നെ പടക്കം വെച്ചു തോന്നുന്നു. പൊട്ട് കേട്ട് ഓടി വന്നാ. ആനന്ദ്, ആനന്ദ്, ആനന്ദ്. ആരാടാ അത് ചെയ്തത്? ആരാണെന്ന്? ആരാണ് ആനന്ദ്? പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ആരാണ്? ഇതാണോ നിന്റെ റാഗിങ്? വിനോദം എന്ന് പറഞ്ഞാൽ അക്രമം അർത്ഥമില്ല. യു ഡു ഇറ്റ്, ബട്ട് ഇറ്റ് ഷുഡ് ബി ഹെൽത്തിയർ. ഇതാരാണ് ചെയ്തതെന്ന് എനിക്കറിയാം. അവനെ എന്നെങ്കിലും എന്റെ കൈ കിട്ടും. സൂക്ഷിച്ചോ.